എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ഫാക്ടേഴ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ടിപ്സ് കൂടി ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ 3 പേർക്ക് സെർവ് ചെയ്യാൻ കണക്കിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് റോ റൈസ് അല്ലെങ്കിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയ്യാറെട്ടിൻ്റെ പച്ചരിയാണ്. ഇഡ്ലി അരി എടുക്കാം. ഇഡ്ലി അല്ലെങ്കിൽ ഡൂപ്പി അരി അതും എടുക്കാവുന്നതാണ്. ഏതരിയാണെങ്കിലും നല്ലതുപോലെ 2-3 വട്ടം കഴുകിയതിന് ശേഷം കുതിർത്തി വയ്ക്കണം. 3 മുതൽ 6 മണിക്കൂർ വരെ കുതിർത്തി വയ്ക്കാം. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനാണെങ്കിൽ തലേ ദിവസം കുതിർത്തി വെച്ചാൽ മതി. തലേ ദിവസം അരി കുതിർത്തി വെച്ച് രാവിലെ അരച്ചെടുക്കാറാണ് ഞാൻ ചെയ്യുന്നത്. ഏകദേശം ഒരു 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു അപ്പത്തിൻ്റെ ബാറ്റർ നല്ലതുപോലെ പൊന്തി വരും. 6 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള അരിയാണിത്. 2 കൈപ്പിടി തേങ്ങ അല്ലെങ്കിൽ ഒരു ചെറിയ ബൗളിൽ അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്ത് വയ്ക്കാം. 1/4 കപ്പ് വെള്ള അവലെടുക്കാം അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് കുക്ക് ചെയ്ത ചോറെടുക്കാം. രണ്ടും എടുക്കാവുന്നതാണ്. ഒരുപാടങ്ങ് കനത്തിൽ കുത്തി നിറച്ച് എടുക്കണ്ട. സാധാരണ നമ്മളൊരു 2 കൈപ്പിടി അവലെടുത്താൽ മതി. അരി കുതിർന്ന് വന്നതിന് ശേഷം ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗളെടുക്കാം. ബൗളിലേക്ക് ആദ്യം അവൽ ചേർത്ത് കൊടുക്കാം. ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. മുക്കാൽ ടേബിൾ സ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം. ഈസ്റ്റ് എപ്പോഴും എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഈസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഈസ്റ്റിൻ്റെ ക്വാളിറ്റി കുറയും തോറും അപ്പം പൊന്തി വരാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ ആ ഒരു ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ വയറിനൊക്കെ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നല്ല ഈസ്റ്റ് എടുക്കുക. ഈസ്റ്റ് വാങ്ങിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പെട്ടെന്നൊന്നും ചീത്താവില്ല. പുറത്ത് വെച്ചാൽ ഈസ്റ്റ് പെട്ടെന്ന് ചീത്തായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഈസ്റ്റ് ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ അവലും തേങ്ങയും എല്ലാം നല്ലപോലെ മിക്സായി നല്ല കുതിർന്ന് വരണം. ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കുക. 10 മിനിറ്റ് കൊണ്ട് ഇത് നല്ലപോലെ മിക്സായി വന്നോളും. നന്നായി സോക്കായി വന്ന അരിയും ഈ ഒരു മിക്സും ചേർത്ത് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അരി തലേ ദിവസം കുതിർത്തി വെക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ബാറ്റർ തയ്യാറാക്കി ഒരു 1 മണിക്കൂറിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റായി തന്നെ കിട്ടും. സോക്ക് ചെയ്ത് വെച്ച അരിയും അവൽ മിക്സും ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഇൻഗ്രീഡിയൻസ് നിൽക്കുന്നതിൻ്റെ അതേ നിരപ്പിൽ തന്നെ കുറച്ച് വെള്ളം മതി. ഒരുപാട് വെള്ളം ആവശ്യമില്ല. അവൽ മിക്സിൽ നിന്നുള്ള വെള്ളവും ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കുക. അരച്ചെടുത്ത മിക്സ് കുറച്ച് വലിയ ബൗളിലാക്കി വെക്കുക. 1 മണിക്കൂറിന് ശേഷം ഇതെന്തായാലും ഫെർമെൻ്റായി പൊന്തി വരും. അപ്പോൾ എപ്പോഴും കുറച്ച് വലിയ ബൗളിലാക്കി എടുത്ത് വയ്ക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കവർ ചെയ്ത് വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഇത് നന്നായി പൊന്തി വന്നിട്ടുണ്ടാവും. നല്ല ചൂടുള്ള സമയങ്ങളാണെങ്കിൽ ഏകദേശം അരമണിക്കൂറൊക്കെ മതി മിനിമം. അല്ലെങ്കിലാണ് 1 മണിക്കൂർ ആവശ്യമായിട്ടുള്ളത്. അപ്പം ചുടാൻ വേണ്ടി അപ്പച്ചട്ടി ചൂടാക്കിയെടുക്കുക. അത്യാവശ്യം നന്നായി തന്നെ ചൂടാക്കിയെടുത്തതിന് ശേഷം 2 തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് ഒന്നങ്ങ് ചുറ്റിച്ചു കൊടുക്കുക. ചുറ്റിക്കുന്ന സമയത്ത് പാനിന് ചൂടുണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലെ ഹോൾസ് വരുള്ളൂ. ഹോൾസ് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യുക. അത്യാവശ്യം ഹോൾസ് വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം ഒരു ലിഡ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഏകദേശം ഒരു 1 മിനിറ്റ് മുതൽ 1.5 മിനിറ്റിൽ അപ്പം തയ്യാറായി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് മുതൽ 1.5 മിനിറ്റ് വരെ അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും അപ്പം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം തീ ഒന്ന് കൂട്ടി വയ്ക്കുക.
എഗെയിൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക, ചുറ്റിക്കുക. ഇതേപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അപ്പം ചുട്ടിട്ടെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. കുറച്ച് നേരം കൂടി വെച്ചാൽ അരികൊക്കെ ഒന്നും കൂടെ ഒന്ന് മുരിഞ്ഞ് വരും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാതെ നല്ല വെളുത്ത അപ്പമായിട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മിനിറ്റിലൊക്കെ നമുക്ക് അപ്പം തയ്യാറാക്കി കിട്ടും. അപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ കുറച്ച് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പച്ചട്ടി അത് നല്ല ക്ലീൻ ആയിട്ടുള്ളതായിരിക്കണം. നമ്മൾ ഒരുപാട് എണ്ണയൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്ന ചട്ടികൾ യൂസ് ചെയ്യരുത്. അതുപോലെ നല്ല നോൺ സ്റ്റിക്ക് ചട്ടികളാണ് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. കാസ്റ്റ് അയൺ ചട്ടികളാണെങ്കിലും നന്നായി സീസൺ ചെയ്തതാണെങ്കിൽ മാത്രമാണ് അപ്പം നന്നായിട്ട് കിട്ടുക. അടുത്തൊരു ഫാക്ടറാണ് നമ്മൾ തീ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എപ്പോഴും നല്ല ചൂടുള്ള ചട്ടിയിലാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുപാട് ചൂട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താലും അടുത്ത അപ്പം നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അത്ര നന്നാവില്ല. ആദ്യത്തെ അപ്പം ചുട്ടെടുക്കുമ്പോൾ ഫ്ലെയിം നന്നായി കൂട്ടി വയ്ക്കുക, അതിനുശേഷം ബാറ്റർ ഒഴിക്കുക, പിന്നീട് ഫ്ലെയിം കുറച്ചത് വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരുപാടങ്ങ് ഫ്ലെയിം കൂട്ടി ഒരു പുക വരുന്ന തരത്തിലേക്കൊക്കെ അപ്പച്ചട്ടി ചൂടാക്കിയാൽ ബാറ്റർ ഒഴിക്കുമ്പോൾ നമുക്കത് ചുറ്റിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അപ്പം തയ്യാറായി കിട്ടില്ല. അടുത്തൊരു ഫാക്ടർ നന്നായി ഫെർമെൻ്റ് ആവാത്ത മാവ് യൂസ് ചെയ്തിട്ട് അപ്പം ചുട്ടെടുത്താലും അത്ര നന്നായി സോഫ്റ്റായി കിട്ടില്ല. ഒരു മിനിമം ടൈം ഫെർമെൻ്റായി കിട്ടിയാൽ മാത്രമാണ് അപ്പം നല്ല സോഫ്റ്റ് ആവുക. ഏകദേശം നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറിലൊക്കെ ഇത് നന്നായി ഫെർമെൻ്റായി കിട്ടും. ഇനി ഓവർ ഫെർമെൻറ്റഡ് ആയാൽ ഒരുപാട് നേരം നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് അപ്പത്തിൻ്റെ മാവ് വെച്ചിരുന്നാൽ അതും പുളിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. ചില ആളുകൾക്ക് പുളിപ്പുള്ള അപ്പം ഇഷ്ടമാണ്, ചിലർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഓവർ ഫെർമെൻറ്റഡ് ആക്കാതിരിക്കുക. അപ്പത്തിൻ്റെ മാവ് തയ്യാറായി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. എന്നാലും ചിലപ്പോൾ പുളിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കി അപ്പം തയ്യാറാക്കി എടുക്കുക. ഇനി അടുത്തൊരു ഫാക്ടറാണ് ഈസ്റ്റ്. യൂസ് ചെയ്യുന്ന ഈസ്റ്റ് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഈസ്റ്റ് എടുക്കാം. ബോൾ ഈസ്റ്റും എടുക്കാം, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റും എടുക്കാം. രണ്ടായാലും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കാം. ഈസ്റ്റ് എപ്പോഴും മേടിക്കുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ പെട്ടെന്ന് കേടാവില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അപ്പം തയ്യാറാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പം തയ്യാറാക്കിയെടുക്കാം. വീഡിയോയും ടിപ്സും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്